ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ദ്രൻ വലിയ മൂളിപ്പാട്ടൊക്കെ പാടി സ്വന്തം മുറിയിലേക്ക് അങ്ങ് ചെന്ന് കയറിയപ്പോൾ അവിടെ വെച്ച ലാപ്ടോപ്പ് കാണുന്നില്ല. പിന്നെ അവിടെ കിടന്നൊരു യുദ്ധം തന്നെയായിരുന്നു അമ്മയോട്. അമ്മയെന്നും വിളിച്ച് ഉറഞ്ഞ തുള്ളി അങ്ങോട്ടേക്ക് ചെന്ന് എൻ്റെ ലാപ്ടോപ്പും പെൻഡ്രൈവും എന്ത് ചെയ്യുന്നു ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ എന്തിനാണ് നിൻ്റെ ലാപ്ടോപ്പും പെൻഡ്രൈവും എടുക്കുന്നത്, എനിക്കതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നു അമ്മ. അപ്പം അനിയൻ വിശ്വജിത്താണെന്നുണ്ടെങ്കിൽ ഒന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഇന്ദ്രനാണെങ്കിൽ അമ്മയോടാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എൻ്റെ ലാപ്ടോപ്പ് ആരെടുത്തു, ആരെടുത്താലും ഇപ്പം തന്നെ എനിക്ക് തിരികെ കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ഈ വീടിന് ഞാൻ തീ ഇടൂ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല ഇന്ദ്ര, നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് വിശ്വൻ അവിടെ ഇരിക്കുന്നത് കണ്ടത്. എന്തേടാ എവിടെടാ എൻ്റെ ലാപ്ടോപ്പ് എന്ന് ചോദിക്കുമ്പോൾ ലാപ്ടോപ്പ് അത് മുറി കാണുമെന്ന് വിശ്വജിത്ത് പറയുക. അതെ അവിടെ ഇല്ല, അത് ആരാ എടുത്തതെന്നാണ് ചോദിച്ചത്. അപ്പം എനിക്കറിയില്ല എന്ന് വിശ്വൻ പറഞ്ഞു. അപ്പം നിനക്കറിയാം നീ അതെടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വഴക്കുണ്ടാക്കുക. മര്യാദക്ക് തിരിച്ചു തന്നോന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടില്ല ഏട്ടാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്നെ ഒരുപാടങ്ങ് മൊണ്ടനാക്കരുത്, നീ അത് എടുത്തു എന്ന് എനിക്കറിയാം, നീ അത് എടുത്തിട്ടുണ്ടെന്നും എനിക്കറിയാം, എനിക്കത് വേണം, അല്ലെങ്കിൽ കൊല്ലുന്നതിന് ഞാനെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ വിശ്വൻ്റെ കഴുത്തിന് പിടിക്കുമ്പോൾ ഏട്ടൻ ഞാനത് എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് വിശ്വൻ ചോദിക്കുന്നുണ്ട്. അപ്പം നിന്റെ കണ്ണിൽ നോക്കിയാൽ സത്യം അറിയാം, കണ്ണ് ചതിക്കില്ലടാ. നീ എൻ്റെ ലാപ്ടോപ്പ് എടുത്തോടാ, അത് തിരികെ താടാ, ഇല്ലെങ്കിൽ ചാവാൻ നീ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് വിശ്വൻ്റെ കഴുത്തിന് കയറി പിടിക്കുവാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പിടിയും വലിയും ഒക്കെ ആയി. അപ്പോൾ ഞാനത് എടുത്തു, എന്ത് തെറ്റ് ചെയ്തിട്ടാ പാവം പല്ലവിയെടുത്ത് ഏട്ടൻ ദ്രോഹിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് വിശ്വൻ ചോദിക്കുക. ഇനിയെല്ലാം ഒന്ന് മതിയാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പല്ലവി ഏട്ടത്തിയോ എന്ന് മുതലാടാ നിനക്ക് അവൾ ഏട്ടത്തി ആയത്, താലി കെട്ടിയെന്നേ ഉള്ളൂ, ഒരു ദിവസം പോലും അവൾ ഈ വീട്ടിൽ നിന്നിട്ടില്ല, അപ്പം എങ്ങനെ നിൽക്കും, ഇതല്ലേ സ്വഭാവം എന്ന് വിശ്വൻ ചോദിക്കുക. എൻ്റെ സ്വഭാവം മാറ്റാനൊന്നും ആരും ശ്രമിക്കണ്ട, നിനക്ക് അവളോട് സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ വെച്ചാൽ മതി എന്ന് ഇന്ദ്രൻ അനിയനോട് പറയാം. അവളുടെ കൂടെ നിന്ന് എൻ്റെ ശത്രുവാകാൻ നോക്കിയാലുണ്ടല്ലോ നിന്നെ കൊന്നു കളയും ഞാനെന്നും പറഞ്ഞ് വിശ്വനോട് ഇന്ദ്രൻ പറയുന്നു. രാജലക്ഷ്മി അന്തം വിട്ട് നോക്കുക. അപ്പം കൂടെ നിന്ന് വഞ്ചിക്കുന്ന നീ ഇനി ജീവിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വിശ്വൻ്റെ കഴുത്തിന് കയറി പിടിക്കുക. മോനെ വിടടാന്നും പറഞ്ഞുകൊണ്ട് അമ്മ കൂടെ. അങ്ങനെ ഹനിയനെ കൊല്ലാൻ നോക്കുക. അപ്പോൾ അവരെന്താ നിങ്ങളോട് ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവൾ ചെയ്തൊന്നും തെറ്റില്ലേടാ, ഈ കാണിക്കുന്നൊന്നും തെറ്റില്ലേടാ എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ വിശ്വനോട് ചോദിക്കുന്നു. അപ്പോൾ രാജലക്ഷ്മി ഇങ്ങനെ തുറച്ച് നോക്കാം. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ആയിക്കോടാ, എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷേ അത് എൻ്റെ ചെലവിൽ ഈ വീട്ടിൽ വേണ്ട. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നത്? വൃത്തികെട്ട മനസ്സാണ് നിങ്ങളുടേത്, സംസ്കാരമില്ല, അതുകൊണ്ടാ ഓരോന്നൊക്കെ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ എന്ന് നമ്മുടെ വിശ്വൻ അന്നേരത്തേക്കും ഇന്ദ്രനോട് പറഞ്ഞു. അതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല, ഏട്ടനെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ പ്രശ്നമെന്ന് രാജലക്ഷ്മി ചോദിച്ചു. അപ്പോൾ ചോദിച്ചു നോക്കും, മോൻ പറഞ്ഞു തരും എന്ന് പറഞ്ഞു ഇളയ മകൻ. അപ്പം നീ എന്താടാ ചെയ്തത്? ചെയ്തില്ലല്ലോ, ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്ന് ഇന്ദ്രൻ അന്നേരം പറയാം. എൻ്റെ ലാപ്ടോപ്പ് നീ തരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, അത് ഞാൻ തരില്ല എന്ന് നമ്മുടെ വിശ്വൻ അങ്ങ് പറഞ്ഞു. തരില്ലേ നീ? മരിക്കാനേ എനിക്ക് തീരെ പേടിയില്ല എന്ന് പറഞ്ഞു. കൊല്ലും നിന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇടിക്കാൻ തോന്നുമ്പോഴത്തേക്കും നമ്മുടെ വിശ്വൻ കയറി ഇവനെ അങ്ങ് തുടങ്ങി. പിന്നെ ചേട്ടനും അനിയനും കൂടെ അവിടെ കിടന്നൊരു അടിയും ഇടിയും തന്നെയായിരുന്നു. അപ്പോഴത്തേക്കും വിശ്വൻ പറഞ്ഞു, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഏട്ടൻ എന്നെ തല്ലാം, അല്ലാതെ തല്ലാനേ ഞാൻ സമ്മതിക്കില്ല എന്ന്. അപ്പം നിന്നെ തല്ലാനേ എനിക്ക് ആരുടെ സമ്മതം വേണ്ടെങ്കിലോ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ അനിയൻ ഏട്ടനെ തടയുക. പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ഇടിച്ച് രാജലക്ഷ്മി അങ്ങോട്ടും പിടിക്കുന്നു ഇങ്ങോട്ടും പിടിക്കുന്നു. ലാസ്റ്റ് അനിയനെ തല്ലാൻ വേണ്ടി ചേട്ടൻ കസേര വരെ എടുത്തു. വിറെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രാജലക്ഷ്മി അതിൽ പിടിക്കുക. ആ സമയത്ത് അമ്മ വീടമ്മയെന്നും പറഞ്ഞുകൊണ്ട് വിശ്വൻ ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ എതിർക്കുമല്ലേടാ എന്ന് ഇന്ദ്രൻ ചോദിച്ചപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിച്ചതേ ഏട്ടൻ തന്നെയാ, ഇനിയെങ്കിലും നന്നാവാൻ നോക്കടോ എന്നും പറഞ്ഞ് നമ്മുടെ വിശ്വൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അതും പറഞ്ഞ് വിശ്വൻ അങ്ങ് പോയപ്പോൾ ഇന്ദ്രൻ പിന്നാലെ ചെല്ലുന്നു. അമ്മ ഇടയ്ക്ക് കയറി തടയുന്നു. മോനെ എന്താടാ ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇന്ദ്രൻ കിടന്നങ്ങോട്ട് ഉറഞ്ഞു തുള്ളുവാണ് ഭയങ്കര കലിപ്പിൽ. ഈ സമയം അവളാ എല്ലാത്തിനും കാരണം, അവൾ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം. ആ ലാപ്ടോപ്പ് എനിക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ വിശ്വൻ്റെ ശവം ഇവിടെ വീണിരിക്കും. ആ ശവം പുതപ്പിക്കാൻ പട്ടു മേടിച്ച് വെച്ചോ അമ്മ എന്നും പറഞ്ഞ് ഇന്ദ്രൻ പറഞ്ഞ് അവിടുന്ന് പോയി. രാജലക്ഷ്മി ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തു കരഞ്ഞു വിളിച്ച് അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാഷിനെ സേതു വിളിക്കുക കേട്ടോ. മാഷ ഞാനാ സേതുമാധവനാ, വീട്ടിലുണ്ടോ മാഷ? അതെ ഉണ്ട്, ഞാൻ എന്തായിരുന്നു സേതു? അതെ TV ഒന്ന് വെച്ച് നോക്കിക്കേ, ഒരു ട്രോളിംഗ് ന്യൂസ് പോകുന്ന കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ന്യൂസ്? ഒന്ന് വെച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അച്ഛൻ നിന്ന് TV വെച്ചപ്പം കേരള ഫെലോഷിപ്പ് നമ്മുടെ പല്ലവിക്ക് കിട്ടി എന്നുള്ള കാര്യം TV-യിൽ വന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം.
പിന്നെ സേതു ആണ് വിളിച്ച് പറഞ്ഞതെന്നും പറഞ്ഞു. അങ്ങനെ ദേ നമ്മുടെ ശോഭാമയും അതുപോലെ തന്നെ മാഷും കൂടി ഇതിൽ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. ശോഭാമയ്ക്കൊന്ന് പോയി കാണണം മോളെ. അപ്പം അച്ഛൻ പറഞ്ഞു നീ ഇപ്പം പോകണ്ട, ഞാൻ പോയി കണ്ടിട്ട് വരാമെന്ന്. അതും പറഞ്ഞ് നമ്മുടെ അച്ഛൻ പല്ലവിയെ കാണാൻ പോകുക. സമയത്ത് പല്ലവിയൊക്കെ അവിടെ ലഡു ഒക്കെ വിതരണം ചെയ്യുവാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ബേബി ചേച്ചി ചോദിച്ചപ്പോൾ ഫെലോഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞു. അതെന്ത് സാധനം മോളെ ചോദിക്കുമ്പോൾ അത് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാ, റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത് എന്നൊക്കെ നമ്മുടെ പല്ലവി പറഞ്ഞപ്പോൾ അങ്ങനെയാണോ, നന്നായി മോളെ എന്ന് പറഞ്ഞ് ബേബി ചേച്ചി നിൽക്കുന്നു. പിന്നെ നമ്മുടെ അച്ചുവിന് ലഡു കൊടുക്കുന്നു, പൂർണ്ണിമയ്ക്ക് ലഡു കൊടുക്കുന്നു. എന്നിട്ട് പൂർണ്ണിമ ഇങ്ങനെ ലഡു ഒക്കെ വാങ്ങിച്ച് എൻ്റെ മോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കാം. എന്തൊക്കെയെന്ന് പറഞ്ഞാലും പഠിത്തത്തിന് അതിൻ്റെതായ വിലയുണ്ട് മോളെ. മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരേ ഒരു അസറ്റ് അത് വിദ്യാഭ്യാസം മാത്രമാണെന്ന് പൂർണ്ണിമ പറഞ്ഞു. അപ്പോഴേക്കും ഋതുവും അതുപോലെ സ്വാതിയും കൂടെ ഇറങ്ങി വരിക. പഠിപ്പിനേക്കാളും വിലയാ കാശിന് എന്നും പറഞ്ഞു. അപ്പം ഇങ്ങനെ നോക്കുക, കാശുള്ളവനെ ഇന്ന് ഈ നാട്ടിൽ വിലയുള്ളൂ എന്ന് ഋതു ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പഠിച്ച് ഡിഗ്രികൾ സമ്പാദിച്ചിട്ടൊന്നും ഇന്നത്തെ കാലത്ത് യാതൊരു പ്രയോജനവും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇവരെ കളിയാക്കുക. 4 കാശ് കയ്യിലുണ്ടോ അവനെ മാത്രമേ ആൾക്കാർ ബഹുമാനിക്കത്തുള്ളൂ. അതൊക്കെ പറയുമ്പോൾ പൂർണ്ണിമ നേരെ ഋതുവിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു. അത് നീ അസൂയ കൊണ്ട് പറയുന്നല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പിന്നെ കണ്ടവൻ്റെ വീട്ടിൽ ഔദാര്യത്തിൽ കഴിയുന്ന ഇവളോടല്ലേ എനിക്ക് അസൂയാന്നും പറഞ്ഞ ഋതു ഇങ്ങനെ പറയുക. ഇതൊക്കെ കേട്ട് പല്ലവിക്ക് വിഷമായി. വലിയൊരു ടെക്സ്റ്റൈൽസ് ഒറ്റയ്ക്ക് നടത്തുന്നവളാ ഈ ഋതിക. അത്രയ്ക്കൊന്നും വരില്ലല്ലോ ഈ ഒരു ഉണക്ക ഫെലോഷിപ്പ് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എവിടെന്ന് ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്ന സാധനം ആർക്ക് വേണമെങ്കിലും കിട്ടും, പക്ഷെ ഉണ്ടാകണം എന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് ഈ സ്വാതി ഇങ്ങനെ പറയാം, കളിയാക്കുക നമ്മുടെ പല്ലവിയെ. അപ്പോഴേക്കും പല്ലവി ഇവരുടെ അടുത്തേക്ക് ചെന്നു. ഇതങ്ങനെ കിട്ടിയതൊന്നും അല്ല സ്വാതി, മെറിറ്റ് അത് മാത്രമാണ് അവർ നോക്കിയത്. അത് നിങ്ങൾ പറയുന്നതല്ലേ, മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. ഞാനത് വിശ്വസിക്കുന്നില്ലെങ്കിലോ? എനിക്ക് എന്തായാലും ഇതിനൊന്നും വലിയ മതിപ്പില്ലെന്നൊക്കെ സ്വാതി പറയാം. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ അറിയാത്ത സ്വാതിക്ക് അതൊക്കെ പറയാം എന്നും പറഞ്ഞ് നമ്മുടെ പല്ലവിയും പറഞ്ഞു. വലിഞ്ഞു കയറി വന്നവൾ എന്തായാലും ആർഭാടത്തിന് ഒരു കുറവില്ലാതെയാണല്ലോ ജീവിക്കുന്നത്. അതെങ്ങനെയാ, നാണവും മോനവും വേണ്ടേന്നൊക്കെ ഇങ്ങനെ ഋതു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചോളണമെന്ന് അന്നേരം പൂർണിമ പറഞ്ഞു. വിവരം അറിഞ്ഞപ്പോൾ പായസം ഉണ്ടാക്കാൻ പറഞ്ഞത് ഞാനാ. പല്ലവിയെ നീ കുറ്റപ്പെടുത്തണ്ട. ആയിക്കോ. അയ്യോ എന്തു വേണമെങ്കിലും ആയിക്കോ. അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ, അല്ലെങ്കിലും ഞങ്ങളെക്കാളും അമ്മയ്ക്കിപ്പോൾ സ്നേഹം ഇവരോട് തന്നെയാണല്ലോ എന്നും പറഞ്ഞു. സ്വന്തം മക്കളോളം വരില്ല അമ്മേ അഭയം ചോദിച്ചു വന്നവര്. അത് വൈകാതെ അമ്മയ്ക്ക് മനസ്സിലായിക്കോളൂ എന്നൊക്കെ ഋതിക ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി. അതും പറഞ്ഞ് ഋതിക പോയപ്പോൾ സ്വാതിയും പല്ലവിയെ വേദനിപ്പിക്കാൻ ഒട്ടും പുറകിലല്ലോ. പല്ലവിയോട് ഓരോന്ന് പറയാം. അപ്പോഴേക്കും പല്ലവിയോട് പൂർണ്ണിമ പറഞ്ഞു, ഇവളുമാർ പറയുന്നൊന്നും നീ കണക്കാക്കണ്ട, മോള് വിഷമിക്കണ്ടെന്ന്. അതിനുശേഷം അവിടെ പായസം ഉണ്ടെന്ന് ബേബി ചേച്ചി കൊടുത്തു. പായസം ഉണ്ടാക്കി ബേബി ചേച്ചി എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്വാതി അത് വാങ്ങിച്ചു. സ്വാതി അത് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തെന്ന് അറിയാതെ നിലത്തേക്ക് അങ്ങ് കിട്ടും. അപ്പോൾ ഈ പായസവും ചില്ലും എല്ലാം കൂടെ നിലത്ത് വീണ് പൊട്ടിയല്ലോ. അയ്യോ ഗ്ലാസ് പൊട്ടിയല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴത്തേക്ക് അത് ബേബി ചേച്ചിയുടെ കാലയിലും കുത്തി കയറിയിട്ടോ. പിന്നെ ബേബി ചേച്ചിയും കൊണ്ട് അവരങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ പല്ലവിയായിട്ട് തന്നെ അത് വൃത്തിയാക്കുവാണ്. കാരണം സ്വാതി ഒന്നും അല്ലാത്ത പോലെ അങ്ങ് പോയി ഇത് ഒപ്പിച്ച് വെച്ചിട്ടേ. പല്ലവിക്ക് അന്നേരം ഇത് ഇവിടെ കിടക്കുന്നത് സഹിച്ചില്ല. അപ്പോൾ പല്ലവി പറഞ്ഞു ഞാൻ വൃത്തിയാക്കിക്കോളാം എന്ന്. അപ്പോൾ വേണ്ട മോളെ നല്ലൊരു ദിവസമായിട്ട്, അപ്പോൾ അതിനെന്താ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ വൃത്തിയാക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ഛൻ കയറി വരുന്നത്. അച്ഛൻ കയറി വന്നപ്പോൾ മകളിരുന്ന് ഈ വേസ്റ്റ് വാരുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി സങ്കടമായിട്ടോ. അദ്ദേഹം വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഇതെന്താ മോളേന്ന് ചോദിച്ചു. അയ്യോ മോളിങ്ങനെയൊക്കെ ഇവിടെ അത് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട മധുരമായിട്ട് അച്ഛൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ അച്ഛൻ കരുതുന്നത് പോലെയൊന്നും അല്ലച്ചാ എന്ന് പറഞ്ഞപ്പോൾ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി മോള് വെറുതെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു അച്ഛൻ. നേരിട്ട് കണ്ടതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ മറ്റൊന്നും. അത് കേട്ടപ്പോൾ പല്ലവി ആകെ വല്ലാതെ പെട്ടെന്ന് ഋതികയും സ്വാതി അവിടെ ഇരുന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടെണ്ണങ്ങളും കൂടെ ചാടി എഴുന്നേറ്റു. ഋതിക എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുക. ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെന്ന് വെച്ച് കയ്യിൽ വാള് ഊരി പോകുമോ അതോ ആകാശം ഇടിഞ്ഞ് വീഴുവോ എന്നൊക്കെ ഋതിക ഇങ്ങനെ കളിയാക്കി ചോദിക്കുക. ഞങ്ങളുടെ ഔദാര്യത്തിലാണ് ഇവരിവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുക നമ്മുടെ അച്ഛൻ. നിങ്ങൾക്ക് ഇവർ വലിയ കോളേജ് ലെക്ചററൊക്കെ ആയിരിക്കും, ഞങ്ങൾക്ക് ഇവരെ കാശിന് ഗതിയില്ലാത്ത വെറും പുഴുക്കളാ, കയറി കിടക്കാൻ പോലും സ്ഥാനമില്ലാത്ത ഒരു വെറും പിച്ചക്കാരി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പല്ലവി അപമാനിക്കാറ് ഇത് അച്ഛൻ്റെ മുന്നിൽ. ഇതൊക്കെ കേട്ട് സ്വാതി കാലും കയറ്റി ഇങ്ങനെ ഇരിക്കുക കേട്ടോ, അഹങ്കരിച്ച്. ഇതൊക്കെ കേട്ട് നമ്മുടെ മാഷ് സങ്കടപ്പെട്ട് നിൽക്കുക. സേതുമാധവനെ എങ്ങനെയൊക്കെയോ വശീകരിച്ചു, അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഇവരെ ഇവിടെ നിന്ന് ഞാൻ പുറത്താക്കിയേനെ. അപ്പോൾ വശീകരിച്ചെന്നോ സേതു ഏട്ടനെയോ? ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഋതികെ, ചെയ്യുകയും ഇല്ല എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു. എൻ്റെ പാരമ്പര്യം അതല്ലെന്നും പറഞ്ഞു. പാരമ്പര്യത്തിൻ്റെ മഹത്വമൊന്നും നിങ്ങൾ ഇവിടെ വിളമ്പണ്ടെന്ന് ഋതിക അന്നേരം പറയാം. ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇറങ്ങിപ്പോരുന്ന ആദ്യത്തെ പെണ്ണൊന്നും അല്ല നിങ്ങൾ, അതെനിക്ക് നന്നായിട്ട് അറിയാം.
അങ്ങനെ ഇറങ്ങുന്ന പെണ്ണുങ്ങളൊക്കെ നേരെ ചെല്ലുന്നത് സ്വന്തം വീട്ടിലേക്കാ, അല്ലാതെ ഒരു മുൻപരിചയം ഇല്ലാത്ത ഒരുത്തൻ്റെ വീട്ടിലേക്കല്ല എന്ന് ഋതുക ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ കേട്ട് മാഷ് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ ഋതികയാണെങ്കിൽ പറഞ്ഞു പറഞ്ഞ് കാട് കയറുക. എന്നിട്ട് പിന്നെ നേരെ മാഷിൻ്റെ അടുത്തേക്ക് ചെന്നു. അതെ, നിങ്ങളൊരു മാഷല്ലേ, ഇതാണോ മോളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് എന്നൊക്കെ ഋതുക ചോദിക്കാം. ഇതാണോ നിങ്ങളുടെ സംസ്കാരം? അപ്പോൾ അതെ, എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വെറുതെ അച്ഛനെ കുറ്റം പറയണ്ടെന്ന് പല്ലവി പറഞ്ഞു. ഇങ്ങേർക്ക് നട്ടലുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു ഗതി വരുമായിരുന്നു എന്ന് ഋതിക ചോദിക്കുക പല്ലവിയോട്. സ്വാതി അതൊക്കെ കേട്ട് ഭയേഷ് ചിരിച്ചോണ്ടിരിക്കാം. കല്യാണത്തിന് മുൻപ് കെട്ടാൻ പോകുന്ന ചെറുക്കനെ പറ്റി സാധാരണ അന്വേഷിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇയാൾ വല്ലതും ചെയ്തോ എന്ന് ചോദിക്കുന്നു ഋതികയെ. അപ്പം ഈ സമയത്ത് അദ്ദേഹം അല്ലാതായി നിൽക്കുക. എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഊരിപ്പോട്ടെ എന്നായിരുന്നു ഇയാൾ ചിന്തിച്ചത്. അതിൻ്റെ നിങ്ങൾ അനുഭവിച്ചതെന്ന് പറഞ്ഞപ്പം എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് പല്ലവി അന്നേരം ചോദിച്ചു. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അറിയാവുന്നതേ പറയാൻ പാടുള്ളൂ എന്നും പല്ലവി പറയുക. ഞാനേ എനിക്കിഷ്ടമുള്ളത് പറയും, അത് ചോദിക്കാൻ നിങ്ങൾ ആരാണെന്ന് ഋതിക അന്നേരം പല്ലവിയോട് ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കവും കാര്യങ്ങളൊക്കെ ആയിട്ടോ. എൻ്റെ വീടാ ഇത്, ഇവിടെ എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഋതിക വലിയ ആളാവുക. ദേ ഒരച്ഛൻ വന്നിരിക്കുന്നു, ആരുടെ വീടാണെന്ന് കരുതിയാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി പോകുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പം അതൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കുവാണ് അദ്ദേഹം. അപ്പോൾ മട്ടും ഭാവമൊക്കെ കണ്ടാലേ സ്വന്തം മോളെ കെട്ടിച്ച് വിട്ട വീടാണെന്ന് തോന്നുമല്ലോ. അപ്പം മതി ഋതു പറഞ്ഞത്, ഞാനിവിടെ താമസിക്കുന്നത് സേതുവേട്ടൻ പറഞ്ഞിട്ടാണെന്ന് പല്ലവി അന്നേരം പറഞ്ഞു. പൂർണിമാമ എനിക്ക് അതിനുള്ള അനുവാദവും തന്നിട്ടുണ്ട്, അവർ പറയട്ടെ ഇറങ്ങാൻ ഞാൻ തയ്യാറാണ് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ അവർ മാത്രമല്ല ഞാനും ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാണ്, ഞാൻ പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കണമെന്ന് ഋതിക പല്ലവിയോട് പറയണു. ദേ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം, ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ ഋതിക വലിയ ഡയലോഗ് അടിക്കുന്നു. നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്തോളാം, ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞു പല്ലവിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനായിട്ട് ഋതിക നോക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മാഷ് അടുത്തുനിന്ന് വേണ്ട വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പല്ലവി കൈ പിടിച്ച ഒരു ഒറ്റ തട്ട്. വേണ്ട മോളെ, ഞാൻ വന്നതാണ് പ്രശ്നമെങ്കിൽ ഞാൻ അങ്ങ് പൊയ്ക്കോളാം, ഇവൾക്ക് ഫെലോഷിപ്പ് കിട്ടിയ സന്തോഷത്തിൽ വന്നതാ, ഇവൾക്ക് ഇഷ്ടമുള്ള ഒരു ഇച്ചിരി ജിലേബിയായിട്ട് ഇത് കൊടുത്തിട്ട് ഞാൻ അങ്ങ് പൊയ്ക്കോളാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ജിലേബി മേടിച്ച ഒരു ജിലേബി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഋതിക അത് മേടിച്ച ഒരു ഒറ്റ ഏറായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും ഇത് അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. എന്താടോ ഇഷ്ടപ്പെട്ടില്ലേ തനിക്ക്? ഇതുപോലെ തന്നെയും ഞാനെടുത്ത് വെളി കളയുമെന്നൊക്കെ ഋതിക പറഞ്ഞപ്പോൾ എങ്കിലും ഒന്ന് കാണട്ടെ, നീ ഒന്ന് എറിഞ്ഞ് കാണിക്കാൻ പറഞ്ഞു പല ഇറങ്ങി പോടോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷിനെ പിടിച്ച ഒരു ഒറ്റ തള്ളു ഋതിക. അത്രയ്ക്കൊക്കെ അഹങ്കാരം പാടുണ്ടോ? അപ്പോഴേക്കും നമ്മുടെ പല്ലവികളുടെ നേരെ അങ്ങ് ചെന്നില്ലേ, ഒരൊറ്റ അടിയായിരുന്നു ഇവളുടെ കാരണം തീർത്തിട്ട് ഋതികയുടെ. അപ്പോഴേക്കും സ്വാതിയും ഞെട്ടിപ്പോയി, ചാടി അങ്ങ് എഴുന്നേറ്റു. എടീ എന്നും പറഞ്ഞുകൊണ്ട് ഋതിക അങ്ങ് ചെല്ലുക. നീ എന്നെ തല്ലിയല്ലേന്ന് ചോദിച്ചുകൊണ്ട് പല്ലവിയുടെ കഴുത്തിന് കയറി പിടിക്കുന്നു. പല്ലവി പിന്നെ അവളെ അവിടെ ഇട്ട് ഓടിക്കുവാണ്. അപ്പോഴത്തേക്കും ദേ നമ്മുടെ പൂർണിമ ഓടി വന്നു. ഋതു വേണ്ട വേണ്ട വിടുന്നും പറഞ്ഞു. അപ്പോഴേക്കും അമ്മ ഓടി വന്ന് പിടിച്ചു. ഈ സമയത്ത് ഋതിക ഒരുമാതിരി ഭ്രാന്തിയെ പോലെ കാണിക്കുക, എല്ലാം വലിച്ചെറിഞ്ഞ് ഋതിക ക്യൂ അവിടെ കിടന്ന് കാണിക്കുക. അപ്പോഴത്തേക്കും ദേ നമ്മുടെ പൂർണിമ തളർന്ന് വീണു. പൂർണിമ തളർന്ന് വീണപ്പോഴേക്കും സേതു അങ്ങോട്ടേക്ക് വന്നു. സേതുവേട്ടാ എന്നും പറഞ്ഞു ഓടി വന്ന് പല്ലവി ഇങ്ങനെ സേതുവിനോട് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ പിടിക്കുക. അമ്മയെന്നും പറഞ്ഞ് എല്ലാവരും ഓടി വന്നു. ഋതിക മാത്രം ഭ്രാന്തിയെ പോലെ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് വെള്ളം എടുത്തുകൊണ്ട് ഓടി വാങ്ങി നോക്കി നിൽക്കാതെ എന്ന് പറഞ്ഞിട്ട് അച്ചു വന്നിട്ട് ഋതികയെ പറഞ്ഞു വിട്ടു. ഋതിക വെള്ളം എടുക്കാൻ പോകണം. അച്ചു പിന്നാലെ പോയി. പിന്നെ പെട്ടെന്ന് തന്നെ ഇവർ ആശുപത്രിയിൽ കൊണ്ടുപോകുക. അപ്പോൾ ഇവർ പൂർണ്ണിമയും കൊണ്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതിക വീണ്ടും മാഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് തനിക്ക് തൃപ്തി ആയല്ലോ അല്ലേന്ന് ചോദിച്ചു. എൻ്റെ അമ്മ ഇങ്ങനെ ആക്കിയപ്പോൾ തനിക്ക് സമാധാനം ആയല്ലോ എന്നിങ്ങനെ ഋതിക പറഞ്ഞു. അപ്പോൾ ക്ഷമിക്കണം മോളെ, പറ്റിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനിങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു എന്ന് നമ്മുടെ മാഷ് പറയുക. ഇതൊക്കെ കണ്ട് അച്ചുവും അതുപോലെ സ്വാതിയൊക്കെ ഇങ്ങനെ നിൽക്കുക. പലവട്ടം വിളിച്ചതാ ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക്, അവിടെ താമസിക്കുമ്പോൾ ഇന്ദ്രൻ ഉപദ്രവിക്കുമെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ തന്നെ കരുതിപ്പോയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഋതിക എന്നിട്ട് ഇതൊക്കെ ഒപ്പിച്ചിട്ട് അഹങ്കരിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവിടെയാണെങ്കിൽ അവളെ തൊടാൻ ആർക്കും ധൈര്യം ഉണ്ടാകില്ലല്ലോ എന്ന് വിചാരിച്ചു എന്നും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മാന്യമായി സംസാരിക്കാം. ആ ഉറപ്പും ധൈര്യം എനിക്ക് സേതു തന്നതുകൊണ്ടാണെന്നും അദ്ദേഹം പറയുക. എൻ്റെ മോളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ഏതൊരച്ഛനെയും പോലെ ഞാനും സമാധാനിച്ചതുകൊണ്ടാണെന്നൊക്കെ മാഷ് പറയുക. ഇതൊക്കെ കേട്ട് അച്ചു സങ്കടപ്പെട്ട് നിൽക്കുക. പിന്നീടാണ് മനസ്സിലായി ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് എന്നുള്ളത്. കൊണ്ടുപോയിക്കോളാം ഞാൻ അവളെ, ഇനി അവള് ഒരിക്കലും ഇവിടെ ആർക്കും ഒരു തടസ്സം ആകില്ല എന്ന് പറഞ്ഞപ്പോൾ ഋതിക ഇങ്ങനെ സന്തോഷം നിൽക്കുക. അണയാൻ പോകുന്ന തീ ആളി കത്തുമെന്നല്ലേ പറയുന്നത്. ഋതിക അണയാൻ പോവുകയാണ്.
അതുകൊണ്ട് തന്നെ ആളി കത്തുകയും ചെയ്യുകയാണ്. എന്തായാലും അതും പറഞ്ഞ് മാഷങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ ചേച്ചി അനിയത്തിയും വിജയിച്ചു എന്നുള്ള അഹംഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക. അമ്മ മരിച്ചാലും ജീവിച്ചാലും അവളുമാർക്കൊന്നുമില്ല, അവളുമാരുടെ ഇതായിരുന്നു നടക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ ഭയങ്കര വിജയശ്രീ ലാളിതരായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.